സഹോദരന്മാരെ, ഞാൻ പ്രസിഡന്റിന്റെ സമയമല്ലായിരുന്നു. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയാനുള്ളൂ. നമ്മളുടെ സ്ഥാനാർത്ഥിമാരെ എല്ലാം അവതരിപ്പിക്കില്ല. ഒന്നിൽ നമ്മൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. യാതൊരു ആശങ്കയ്ക്കും വകയില്ലാത്ത രീതിയിൽ പാർട്ടി കണ്ടെത്തിയ പഞ്ചായത്തിൽ കണ്ടെത്തിയ 19 പേരാണ്. ചില ബ്ലോക്കിലെങ്കിലും ഇവർക്ക് വിജയിപ്പിക്കാനുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഘടകം. അതിന്റെ ആവശ്യകതയെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് നേതാക്കന്മാർ പറഞ്ഞു. അത് ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. പിന്നെ പഞ്ചായത്ത് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ മാതൃകയൊക്കെ വന്ന് നമ്മൾ പ്രധാന ജാതികളുടെ കാര്യങ്ങളൊക്കെ വർദ്ധിച്ചതാണ്. ഈ പഞ്ചായത്ത് ഒരുപക്ഷെ ഈ സംസ്ഥാനത്തിൽ തന്നെ മാതൃകയായ പല പദ്ധതികളും നടപ്പാക്കിയ ഒരു പഞ്ചായത്താണ് ഈ ശ്രമിക്കുന്നത്. അത് ഇപ്പോഴേ ഈ നിലവിലിരിക്കുന്ന സമിതി എന്ന് മാത്രമല്ല, ഇതിന് മുമ്പിലുള്ള സമിതികളുണ്ട്. ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിൽ തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള പല പദ്ധതികൾക്കും തുടക്കം കുറിച്ചിട്ടുള്ള പഞ്ചായത്ത് വികസന പ്രവർത്തനത്തിന് ഏത് മേഖല എടുത്തിരുന്നാലും വളരെ ഭംഗിയായിട്ട് അത് ഉപയോഗിച്ചത്. ഞങ്ങളോടൊപ്പം 7 പേര് UDF BJP-കാരുമായിട്ടുണ്ടായിരുന്നു. അവർക്കുൾപ്പെടെ ഒന്നും പറയാനില്ല. പക്ഷേ അവർ ഞങ്ങളുടെ വീടുകൾ വരുമ്പോഴത്തേക്ക് ചോദിക്കാവുന്ന ചോദ്യം ഇതാണ്: എന്ത് ചെയ്തു അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് എത്ര പേർക്ക് വീട് കൊടുത്തു, അല്ലെങ്കിൽ എത്ര പേർക്ക് മറ്റാനുഭവങ്ങൾ കൊടുത്തു? ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നവരാണ്. പക്ഷെ ഇവരൊന്നും നമ്മുടെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് ഈ കാര്യം ഉന്നയിക്കാനായിട്ട് ഒരു കാരണവശാലും കഴിയില്ല. എന്റെ മുമ്പിൽ വന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് മുമ്പിൽ മുരളിയുടെ മുമ്പിൽ വന്നിട്ട് ഈ പറയുന്ന 7 പേർക്കും ഒരു അക്ഷരം നമ്മളോട് പറയാൻ പറ്റില്ല. ഇത് മുന്നേയായിട്ട് ഇപ്പൊ നമ്മൾ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് അതിനെ സംബന്ധിച്ചും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഒന്നും ചെയ്തില്ല, പണി തീർന്നില്ല, പൂർത്തിയാകില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പഞ്ചായത്തിനകത്ത് നിന്ന് 3 കോടി രൂപ ഈ ഒരു കാര്യത്തിന് വേണ്ടി കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നടുവിൽ നിന്നുകൊണ്ടാണ് കണ്ടെത്തി ഇതിനെ ഈ രീതിയിൽ പൂർത്തീകരിച്ചത്. ഇന്നും ഇതിന് ഈ ഉദ്ഘാടനത്തിന് കസേര വേണമെന്ന് പറഞ്ഞിട്ട് ഗാന്ധി ക്ലാസിക് എന്ന 300 കസേര നമ്മൾ ഇതിന്റെ മുകളിൽ ഇറക്കിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കസേര. അതിന്റെ പൈസ ഇനി പേര് വേണം നമ്മൾ കൊടുക്കുക. ആ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ബാക്കി മറ്റേ എല്ലാ മേഖലയിലും അതിന്റെ ഞാൻ പറയാത്തതിന്റെ ലാഭം എന്ന് പറയുന്നത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളുടെ എല്ലാ വീടുകളിലും ഈ ചെറിയ ഗ്രാമപഞ്ചായത്ത് എന്ത് ചെയ്തു എന്നുള്ളതില്ല നല്ലൊരു ബുക്കിലേക്ക് നിങ്ങളുടെ കയ്യിൽ നമ്മൾ വീട്ടിൽ കൊടുത്തത്. അതിന്റെ കളർ ഫോട്ടോ ഉൾപ്പെടെ ആണ് അത് ചെയ്തിരിക്കുന്നത്. വേറെ പറയുന്നില്ല, നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. കാരണം 150ഓളം വീടുകൾ ഈ പഞ്ചായത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്.